സോ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇത് ചെയ്തിരുന്നു. മൊബിയസ് ഫംഗ്ഷൻ മ്യൂവും ഓയിലസ് ടോർഷൻ ഫംഗ്ഷൻ ഫി ഓഫ് എന്നിനെ പറ്റിയൊക്കെ നമ്മൾ കുറച്ച് റിസൾട്ട്സ് പഠിച്ചിരുന്നു. സോ വാട്ട് ഈസ് ഫി ഓഫ് എൻ? സോ ഫി ഓഫ് എൻ എന്തായിരുന്നു? ഫി ഓഫ് എൻ ഈസ് ദി number of positive integers less than or equal to n and relatively prime to n. ഇതായിരുന്നു നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ. അതുപോലെ മൊബിയസ് ഫംഗ്ഷൻ മ്യൂ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഈക്വൽ ടു 1 ഇഫ് എൻ ഇസ് ഈക്വൽ ടു 1 ആൻഡ് മ്യൂ ഓഫ് എൻ ഫോർ എൻ ഗ്രേറ്റർ ദാൻ 1 എൻ ഇസ് ഈക്വൽ ടു p1 റേസ് ടു a1 p2 റേസ് ടു a2 എക്സെട്ര pk റേസ് ടു ak എന്ന് വിളിക്കുക. mu of n is equal to minus 1 raised to k if a1 is equal to a2 is equal to etc equal to ak equal to 0 otherwise. അപ്പോൾ ഈ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാം. ഈ തിയറം ഫി ഓഫ് എന്നും ഈ മ്യൂ ഓഫ് എന്നും തമ്മിലുള്ളൊരു ബന്ധത്തെ പറ്റിയാണ്, റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള റിസൾട്ടാണ് എന്ത്? ഫി ഓഫ് എൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഓൾ ഡിവൈസസ് ഡി ഡിവൈഡിങ് എൻ സച്ച് ദാറ്റ് മ്യൂ ഓഫ് ഡി ഇൻറ്റു എൻ ബൈ ഡി. ഇതാണ് നമ്മുടെ റിസൾട്ട്. നമ്മളതിൻ്റെ പ്രൂഫിലേക്ക് എടുക്കുകയാണ്. പ്രൂഫിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 2 തിയറംസ് പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളിത് നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ പ്രൂഫൊക്കെ വായിച്ച് നോക്കുക, വീഡിയോ കാണുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പ്ലീസ് ആസ്ക് മീ. ഓക്കെ, ചോദിക്കാൻ മടിക്കരുത്. ഫീൽ ഫ്രീ ടു ആസ്ക് മീ. നമുക്ക് പ്രൂഫിലേക്ക് എടുക്കാം. അപ്പോൾ ഫി ഓഫ് എൻ എന്താണെന്നറിയാം. സോ വി സ്റ്റാർട്ട് വിത്ത് ദ പ്രൂഫ്. ഫി ഓഫ് എൻ ഈസ് ദി number of natural numbers k such that 1 less than equal to k less than or equal to n and gcd of k comma n is 1 alle. That is k and n are relatively prime. K and n are relatively prime. അതുമാത്രമല്ല, നമുക്ക് വേറൊരു കാര്യം അറിയാം. ഇഫ് k and n are not relatively prime, if k and n are not relatively prime, that is GCD of k comma n is not equal to 1. അതിൻ്റെ മീനിങ് എന്താണ്? GCD of k comma n not equal to 1 എന്ന് പറഞ്ഞാൽ that implies GCD of k comma n should be greater than or equal to 2. GCD of k comma n should be greater than or equal to 2. And we know that the floor function of 1 by n, നമ്മൾ മുന്നത്തെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1 by n is equal to 1 if n equal to 1 equal to 0 if n strictly greater than 1 അല്ലേ. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1 by n നമ്മൾ മുന്നത്തെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ വേറെ റിസൾട്ട് കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തിയറം 2.1 ഒക്കെ ഒന്ന് റീകോൾ ചെയ്യണം.
ഓക്കെ, നമുക്ക് ആവശ്യം വരും. ബട്ട് നമ്മളത് റീകോൾ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. തിയറം 2.1 ഒന്ന് റീകോൾ ചെയ്യുക. തിയറം 2.1 എന്തായിരുന്നു? അതുപോലെ തിയറം 2.1 എന്തായിരുന്നു? If n is a natural number greater than or equal to 1, summation d divides n mu of d എന്ന് പറയുന്നത് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1/n. ഇതൊന്ന് റീകോൾ ചെയ്താൽ മതി, ചിലപ്പോൾ നമുക്ക് ആവശ്യം വന്നേക്കും. ഓക്കെ, ഇത് റീകോൾ ചെയ്യാൻ വേണ്ടി മാത്രം എഴുതിയിരിക്കുന്നതാണ്. ഇനി നമ്മളിനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഒരു ഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ phi of n is equal to summation k is equal to 1 to n floor function of 1 by GCD of k comma n. ഓക്കെ, നമുക്കറിയാം. ആൻഡ് 1 by g floor function floor function of 1 by GCD of k comma n is equal to 1 if GCD of k comma n is equal to 1, and this is equal to 0 if GCD of k comma n is greater than equal to not 1 greater than equal to 2 അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കിയേ, phi of n ഈ സമ്മും ഈക്വൽ ആണെന്ന് നോക്കാം. ആദ്യം k ഈക്വൽ ടു 1 നോക്കാം. നമുക്കറിയാം ഈ സമ്മിൽ in the sum this the only non-zero terms corresponds to those k for which GCD of k comma n is 1 അല്ലേ. കാരണം എന്താ, GCD k ഈക്വൽ ടു 1 to n എടുത്താൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ kയും 1 റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. kയും n റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ GCD of k comma n 1 ആണ്. അല്ലെങ്കിൽ kയും n റിലേറ്റീവ്ലി പ്രൈം അല്ല. kയും n റിലേറ്റീവ്ലി പ്രൈം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? GCD of k comma n is greater than equal to 2. ആ കേസിൽ 1 by GCD of k comma n എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും if k n റിലേറ്റീവ്ലി പ്രൈം. kn റിലേറ്റീവ്ലി പ്രൈം അല്ലെങ്കിൽ ഈ ക്വാണ്ടിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ആൻഡ് ദാറ്റ് നോൺ സീറോ ടേം ഇസ് 1. മനസ്സിലായോ? അതായത് ഈ സമ്മിൽ k ഈക്വൽ ടു 1 to ഓരോ കെയും എടുക്കുക. k ഈക്വൽ ടു 1 നിന്ന് നിങ്ങൾ ഓരോ കെയും എടുക്കുക. ഏതെങ്കിലും ഒരു k എടുത്താൽ k ഈക്വൽ ടു 1 to n എന്നുള്ള ഏതെങ്കിലും k എടുത്താൽ രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നെങ്കിൽ kയും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. kയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ 1 by GCD of k comma n എന്താണ്? 1 if k and n are relatively prime, and 1 by GCD of k comma n is 0 if k and n are not റിലേറ്റീവ്ലി പ്രൈം. kയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ ഈ വാല്യൂ 1, kയും റിലേറ്റീവ്ലി പ്രൈം അല്ലെങ്കിൽ ഈ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ phi of n എന്താണ്? അപ്പോൾ നമ്മൾ ഈ സമ്മിൽ എത്ര ടേംസ്, ഈ സമ്മിൽ ടേംസിൻ്റെ ഏതൊക്കെ ടേംസ് വരും? ഒന്നെങ്കിൽ 1 വരാം അല്ലെങ്കിൽ 0 വരാം അല്ലേ. അതായത് കറസ്പോണ്ടിങ് ടു k, if k and n are relatively prime, to that corresponding k the term floor function of 1 by k comma n is 1. If k is not relatively prime, this term corresponds to 0, 1. അപ്പോൾ ഈ സമ്മിലുള്ള ടേംസ് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പം ഒന്നെങ്കിൽ അതിനകത്ത് ടേംസ് ഏതായിരിക്കും? 1 ആയിരിക്കും, അല്ലെങ്കിൽ ടേംസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി എത്ര 1 ഉണ്ടെന്നുള്ളതാണ് അല്ലേ. എത്ര 1 എന്ന് പറയുമ്പം ഏതൊക്കെ കേക്കാണ് 1 കറസ്പോണ്ട് ചെയ്യുന്നത്? ഫോർ ദോസ് k വിച്ച് ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു n. അപ്പോൾ നമ്മുടെ phi of n എന്ന് എന്താണ്? എത്ര phi of n is those number of phi of n is the number of natural numbers k such that GCD of k comma n is 1. അപ്പോൾ ഈ സമ്മിൽ
ആകപ്പാടെ വരുന്ന ടേംസ് എന്താണ്? 1ഉം 0 ആയിരിക്കും. ഇനി എത്ര വൺസ് ഉണ്ടാവും? ഫി ഓഫ് n ടൈംസ് വൺസ് ഉണ്ടാവും. എത്ര വൺസ് ഉണ്ടാവും? ഈ സമയത്ത് എത്ര വൺസ് ഉണ്ടാവും? ഫി ഓഫ് n ടൈംസ് 1 ഉണ്ടാവും. അപ്പോൾ ഈ ഫി ഓഫ് n എന്ന വാല്യൂ എന്തായിരിക്കും? സമ്മേഷൻ k ഈക്വൽ ടു 1 to n ജി സി ഡി ഓഫ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് ജി സി ഡി ഓഫ് 1/k, n ആയിരിക്കും. ഓക്കെ. ഇനി തിയറം 2.1 നോക്കുക. തിയറം 2.1 എന്താണ്? സമ്മേഷൻ d ഡിവൈഡ്സ് n വി ഓഫ് ഡി ഈസ് ഈക്വൽ ടു 1/n ആണ് അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും ആ സമ്മിലേക്ക് വരാം. നമുക്ക് ഇപ്പോൾ കിട്ടിയേക്കണം എന്താണ്? ഫി ഓഫ് n എന്നുള്ളത് സമ്മേഷൻ k ഈസ് ഈക്വൽ ടു 1 to n ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1/gcd ഓഫ് k, n ആണ്. ഇനി തിയറം 2.1 എന്താ പറയുന്നത്? 1/n ഈസ് ഈക്വൽ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1/n ഈസ് ഈക്വൽ ടു സമ്മേഷൻ d ഡിവൈഡ്സ് n mu ഓഫ് d ആണ്. ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1/n ഓക്കെ. ഇനി ഓരോ 1/k/n നമ്മൾ ഓരോ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1/k/n നമ്മൾ തിയറം 2.1 അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് വരും? സമ്മേഷൻ k ഈസ് ഈക്വൽ ടു 1 to n. ഇനി ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1/k, n പകരം നമ്മൾ എന്ത് ചെയ്യും? അതായത് തിയറം 2.1 അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതായത് എന്നിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുക? k ജി സി ഡി ഓഫ് k, n വെച്ച് റീപ്ലേസ് ചെയ്യുക. തിയറം 2.1-ൽ എന്നിൻ്റെ സ്ഥാനത്ത് യു റീപ്ലേസ് n/gcd ഓഫ് k, n. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ തിയറം 2.1 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ d ഡിവൈഡ്സ് ജി സി ഡി ഓഫ് k, n mu ഓഫ് d ബൈ തിയറം 2.1. ഓക്കെ, ബൈ തിയറം 2.1. ഇനി d ഡിവൈഡ്സ് ജി സി ഡി ഓഫ് k, n എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? d ഡിവൈഡ്സ് ജി സി ഡി ഓഫ് k, n. നമുക്കറിയാം ജി സി ഡി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറാണ്. ആൻഡ് സോ ജി സി ഡി ഓഫ് k, n ഡിവൈഡ്സ് k ആൻഡ് ജി സി ഡി ഓഫ് k, n ഡിവൈഡ്സ് n. ഇതും നമുക്കറിയാം. സോ ദിസ് ഇംപ്ലൈസ് d divides n and d divides k. കാരണം d divides gcd of k, n and gcd of k, n divides k and gcd of k, n divides n. So d divides n and d divides k. അപ്പോൾ ഈ സമ്മേഷൻ ഞാൻ ഒന്ന് റീറൈറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. k is equal to 1 to n സമ്മേഷൻ ഓവർ ദോസ് ഡിവൈസസ് d dividing n and as well as d dividing k. കാരണം d divides k, n എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? d divides gcd of k, n എന്ന് പറഞ്ഞാൽ we can say d divides n and d divides k. So summation over d divides n and d divides k mu of d എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഓക്കെ, ഇനി നമ്മൾ ഈ സമ്മിനൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. റീറൈറ്റ് ഇൻ ദ സെൻസ് വലിയ മാനിപ്പുലേഷനൊന്നുമില്ല. നമ്മളിനി ഇങ്ങനെ നമുക്ക് ഈ സമ്മിനെ നമുക്ക് ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഫോർ എ ഫിക്സഡ് d divisor d of n, that is for a fixed divisor d of n, we are summing over all those k and k ചുമ്മാ എല്ലാ k അല്ല, 1 less than equal to k less than equal to n such that d divides k, that is k is equal to qd. d divides k എന്ന് പറഞ്ഞ മീനിങ് എന്താ? k should be a multiple of d. ഇനി അത് മാത്രമല്ല, നമ്മളെന്തെടുത്തേക്കണേ? 1 less than equal to k less than equal to n, and this occurs if and only if 1 less than equal to k എന്താണ്? qd ആണ്. k എന്നുള്ളത് qd ആണ്. 1 less than equal to qd less than equal to n, and this occurs if and only if 1 less than equal to
ക്യൂ ലെസ് ദാൻ ഈക്വൽ ടു എൻ ബൈ ഡി. ഇപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ട് എല്ലാത്തിനെയും ഡി വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ല. ഇത് നമുക്കറിയാം ക്യൂ എൻ ഡി എന്നുള്ള എന്നിന് ഡിവൈസറാണെന്നറിയാം. അപ്പോൾ എൻ ബൈ ഡി എന്തായിരിക്കും? ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. ക്യൂവും ഡിയും നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് എന്തായിരിക്കും? ഗ്രേറ്റർ ആൻ ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 1 ലെസ് ദാൻ ഈക്വൽ ടു ക്യൂ വന്നു. ഇനി ക്യൂ ഡി ലെസ് ദാൻ ഈക്വൽ ടു എൻ ആയതുകൊണ്ട് ക്യൂ ലെസ് ദാൻ ഈക്വൽ ടു എൻ ബൈ ഡി എന്ന് വരും. അപ്പോൾ നമുക്ക് ഇനി ഫി ഓഫ് എൻ ഇതാണ് നമ്മുടെ ഫി ഓഫ് എൻ ഓൾറെഡി നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം തിയറം 2.1 ആപ്ലിക്കേഷൻ വെച്ചിട്ടൊക്കെ നമ്മൾ ഈ ഒരു ഇതിലേക്ക് വന്നു, ഈ ഒരു ഇക്വാളിറ്റിയിലേക്ക് വന്നു. ഇനി ഈ ഇക്വാളിറ്റി ഇങ്ങനെ എഴുതി. ഇനിയിപ്പോൾ നമ്മൾ ഈ അതായത് ലാസ്റ്റ് സം എഴുതി ഇങ്ങനെയാണ് സം എഴുതിയത്. ഈ സം നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഫോർ എ ഫിക്സഡ് ഡിവൈസർ ഡി ഓഫ് എൻ വി ആർ സമ്മിങ് ഓവർ ഓൾ ദോസ് കെ സച്ച് ദാറ്റ് ഡി ഡിവൈഡ്സ് കെ. അതായത് നമ്മൾ എല്ലാ ഡീസും എടുക്കുന്നില്ല. for all those natural numbers, for all those devices d of n which also divides k, അതിനു വേണ്ടി അതും കൂടെ മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? കാരണം സമ്മേഷൻ ഓവർ കെ ആണല്ലോ. കെനെ നമ്മൾ എങ്ങനെ എഴുതി? കെ ഇൻറ്റു ക്യൂ ഡി എന്ന് എഴുതി അല്ലേ? കാരണം നമ്മൾ എല്ലാ കെയിലും ഒരു ഡിവൈസർ ഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കേക്കും നമ്മൾ ടേംസ് ആഡ് ചെയ്യുന്നില്ല. പകരം വി ആർ ഡിവൈഡിങ് ഫോർ ഓൾ ദോസ് കെ സച്ച് ദാറ്റ് ഡി ഡിവൈഡ്സ് കെ. ബാക്കി എല്ലാ ടേംസും നമ്മൾ 0 ആക്കി കളയും. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് ഫി ഓഫ് എന്നിനെ എങ്ങനെ എഴുതാം? ഫി ഓഫ് എൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ സമ്മേഷൻ ക്യൂ ഇസ് ഈക്വൽ ടു 1 to n by d mu of d and this is equal to d ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമ്മിൽ mu of d കോൺസ്റ്റൻ്റ് ആണ്. mu of d ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ്, പുറത്തെടുക്കാം. സമ്മേഷൻ d ഡിവൈഡ്സ് n mu of d ഇൻറ്റു സമ്മേഷൻ q is equal to 1 to n by d 1 to n by d which is equal to summation d divides n mu of d ഇൻറ്റു ഇനി q is equal to 1 to n by d 1 ആണ്. അപ്പോൾ 1 എത്ര വട്ടം ആഡ് ചെയ്യുന്നുണ്ട്? n by d ടൈംസ് ആഡ് ചെയ്യുന്നുണ്ട്. this is equal to n by d. നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? ഫി ഓഫ് എൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ mu of d ഇൻറ്റു n by d ആണ്. അപ്പോൾ നമുക്കറിയാം ഫി ഓഫ് എൻ എന്നുള്ളത് നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് കെ സച്ച് ദാറ്റ് 1 ലെസ് ദാൻ ഈക്വൽ ടു കെ ലെസ് ദാൻ ഈക്വൽ ടു n and GCD of k comma n is 1 and that is k and n are relatively prime. ഇനി നമുക്കറിയാം if k and n are not relatively prime, that is GCD of k comma n is not equal to 1 and then GCD of k comma n should be greater than equal to 2 or greater than 1 ആയാലും മതി. and we know greater than equal to 2 എന്ന് പറഞ്ഞാൽ എന്താണ്? strictly greater than 1 ആയിരിക്കണം. നമുക്കറിയാം floor function of 1 by n is 1 if n equal to 1 and equal to 0 if n greater than 1. ഓക്കെ, അപ്പോൾ തിയറം 2.1 റീകോൾ ചെയ്തിട്ടുണ്ട്. ഇഫ് n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് n mu of d എന്ന് പറഞ്ഞാൽ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1 by n ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫി ഓഫ് n എന്ന് പറഞ്ഞാൽ സമ്മേഷൻ k ഈക്വൽ ടു 1 to n ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1 by GCD of k comma n ആണ്. നമുക്കറിയാം ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1 by GCD of k comma n എന്ന് പറഞ്ഞാൽ 1 if k and n are relatively prime. അതാണ് GCD of k comma n ആണെന്നത്. and equal to 0 if GCD of k comma n is greater than equal to 2. GCD of k comma n greater than equal to 2 ആകുമ്പം എൻ്റെ മീനിങ് എന്താണ്? they are not relatively prime. ഇനി നമ്മൾ കൺസിഡർ ദിസ് സം. ഓക്കെ, കൺസിഡർ ദിസ് സം. ഈ സമ്മിൽ വരുന്ന ടേംസ് ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ 1 എന്നുള്ള ടേം വരാം, അല്ലെങ്കിൽ 0 എന്നുള്ള ടേം വരാം. ടേംസ് വരാവുന്ന ടേംസ് എന്ന് പറഞ്ഞാൽ 1 അല്ലെങ്കിൽ 0 ആണ്. either 1 or 0 ആണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് and only non-zero terms corresponds to those k for which GCD of k comma n is 1. അപ്പോൾ 1 കാരണം നമുക്ക് ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1 by k comma GCD of floor function of 1 by GCD of k comma n is 1 if k and n are relatively prime and equal to 0 if they are not relatively prime അല്ലേ? so that because 1 by floor function of 1 by GCD of k comma n is 1 if k and n are relatively prime and floor function of 1 by GCD of k comma n is 0 if k and n are not relatively prime.
അപ്പോൾ ഫി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n. നമുക്ക് എന്ത് ചെയ്ത്, കാരണം എന്താണ്, ഇനി ഈ സമ്മിൽ ടേംസ് ഒന്നെങ്കിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ ഈ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എത്ര ടേംസ് 1 വരുന്നുണ്ടെന്ന് നോക്കുക. എത്ര ടേംസാണോ 1 ആയിട്ട് വരുന്നത് അതായിരിക്കും നമ്മുടെ ഈ സമ്മിൻ്റെ വാല്യൂ അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇനി നോൺ സീറോ ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കറസ്പോണ്ട്സ് ടു ദോസ് കെ ഫോർ വിച്ച് ജി സി ഡി ഓഫ് കെ -1. ഇനി അങ്ങനത്തെ എത്ര കേസ് ഉണ്ട്? അങ്ങനത്തെ എത്ര കേകളുണ്ട്? എത്ര കേകളുടെ അതിൻ്റെ എണ്ണമാണ് എന്ത്? ഫി ഓഫ് എൻ. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഫി ഓഫ് എൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1/GCD ഓഫ് കെ n. ഇനി ഇവിടെ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1/k n പകരം അവിടെ നമ്മൾ തിയറം 2.1 അപ്ലൈ ചെയ്തിട്ട് ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് GCD ഓഫ് കെ n റീപ്ലേസ് ചെയ്യുന്നു. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് GCD ഓഫ് കെ n റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബൈ തിയറം 2.1 ബ്രാക്കറ്റ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1/GCD ഓഫ് കെ n വരും ഇങ്ങനെ ഇടുന്നു. ദിസ് ഈസ് ഗിവൺ ബൈ സമ്മേഷൻ d ഡിവൈഡ്സ് k n mu of d അല്ലേ? ഇനി നമുക്കറിയാം d ഡിവൈഡ്സ് GCD ഓഫ് കെ n എന്നറിയാം. ഇനി GCD എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറാണ്. സോ GCD ഡിവൈഡ്സ് ബോത്ത് ദ നമ്പേഴ്സ്. ഇപ്പോൾ GCD ഓഫ് കെ n ഡിവൈഡ്സ് k and GCD ഓഫ് കെ n ഡിവൈഡ്സ് n. സോ d ഡിവൈഡ്സ് n and d ഡിവൈഡ്സ് k. അപ്പോൾ ആ സമ്മിനെ എങ്ങനെ എഴുതാം? GCD ഓഫ് d സമ്മേഷൻ ഓവർ ഓർ d സച്ച് ദാറ്റ് d ഡിവൈഡ്സ് GCD ഓഫ് കെ n എന്ന് പറയുമ്പം സമ്മേഷൻ ഓവർ k ഈക്വൽ ടു 1 to n ആൻഡ് സമ്മേഷൻ d ഡിവൈഡ്സ് n ആൻഡ് d ഡിവൈഡ്സ് k mu of d എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം? We are for a fixed divisor d of n, we are summing over all those k such that d divides k. അപ്പോൾ ഈ സം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഒരു d എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെല്ലാ കെയിലും we are not varying k for all k equal to 1 to n, but for only those k such that d divides k. ഇപ്പോൾ d does not divide k ആണെങ്കിൽ അവിടെ നമ്മൾ 0 വെച്ച് റീപ്ലേസ് ചെയ്യും. d does not divide k ആണെങ്കിൽ അവിടെ നമ്മൾ 0 വെച്ച് റീപ്ലേസ് ചെയ്യും. സച്ച് ദാറ്റ് ഇനി d ഡിവൈഡ്സ് k എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? k ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് d. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? k ഈക്വൽ ടു QD എന്ന് എഴുതാം. അതുമാത്രമല്ല നമുക്കറിയാം 1 ലെസ് ദാൻ ഈക്വൽ ടു k ലെസ് ദാൻ ഈക്വൽ ടു n എന്നറിയാം. ദിസ് ഈസ് പോസിബിൾ ഇഫ് ആൻഡ് ഓൺലി 1 ലെസ് ദാൻ ഈക്വൽ ടു QD ലെസ് ദാൻ ഈക്വൽ ടു n എന്നറിയാം. ആൻഡ് ദിസ് ഈസ് ഇഫ് ആൻഡ് ഓൺലി 1 ലെസ് ദാൻ ഈക്വൽ ടു q ലെസ് ദാൻ ഈക്വൽ ടു n/d എന്നറിയാം. അപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഫോർ എ ഫിക്സഡ് ഡിവൈസർ d ഓഫ് n വി ആർ സമ്മിങ് ഓവർ ഓൾ ദോസ് k such that d divides k എന്നറിയാം. സോ phi of n is equal to summation d divides n. ഈ സമ്മിനെയാണ് നമ്മൾ ഈ സം വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബ്രാക്കറ്റിലുള്ള സമ്മിനെയാണ് നമ്മൾ ഈ ബ്രാക്കറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ബ്രാക്കറ്റിലുള്ള സമ്മിനെയാണ് നമ്മൾ ഈ ബ്രാക്കറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. ആൻഡ് സമ്മേഷൻ d ഡിവൈഡ്സ് n സമ്മേഷൻ q ഈക്വൽ ടു 1 to n/d mu of d. ഇനി d ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സം ഇവിടെ q ഈക്വൽ ടു 1 to n/dയിൽ q ആണ് വേരി ചെയ്യേണ്ടത് അല്ലേ? പക്ഷേ നമുക്ക് d ആണ് വന്നത്. അപ്പോൾ mu of d പുറത്തെടുക്കാം. ഇനി ഇവിടെ 1 എന്നുള്ളത് n/d ടൈംസ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സമ്മേഷൻ d ഡിവൈഡ്സ് mu of d കൊണ്ട് n/d എന്ന് പറഞ്ഞത്. ഇനി അടുത്ത തിയറം നമുക്ക് ഫി ഓഫ് എന്നിൻ്റെ ഒരു ഫോർമുല തരുന്ന തിയറാണ്. അത് തിയറം 2.4. For n greater than equal to 1, we have phi of n is equal to n into the product. പൈ എന്ന് എഴുതിയത് എന്താണ്? പ്രോഡക്റ്റ് ആണ്. p ഡിവൈഡ്സ് n 1 minus 1/b 1/p, p is prime. ഇപ്പോൾ പൈ എന്നുള്ള നൊട്ടേഷൻ്റെ മീനിങ് ആണ് പൈ n is equal to 1 to n. ഇപ്പോൾ n സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സ്ക്വയർ n equal to 1 to k. 1 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു എക്സെട്ര ഇൻറ്റു k സ്ക്വയർ. ഇവിടെ എന്താണ്? യു കളക്ട് ഓൾ പ്രൈം നമ്പേഴ്സ് p
ഡിവൈഡിങ് എൻ. യു കളക്ട് ഓൾ പ്രൈം നമ്പേഴ്സ് പി, ഡിവൈഡിങ് എൻ എടുക്കുക. യു കളക്ട് ഓൾ പ്രൈം നമ്പേഴ്സ് പി ഡിവൈഡിങ് എൻ ആൻഡ് കറസ്പോണ്ടിങ്ലി 1 - 1/p എടുക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ്. യു കളക്ട് ഓൾ പ്രൈം നമ്പേഴ്സ് പി such that p divides n and you take the product and correspondingly compute 1 - 1/p. അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ്. ഉദാഹരണത്തിന് phi of 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ഇൻറ്റു 6ന് പ്രൈം ഫാക്ടേഴ്സ് എന്താണ്? 2ഉം 3ഉം ആണ് പ്രൈം ഫാക്ടേഴ്സ്. 2ഉം 3ഉം ആണ് പ്രൈം ഫാക്ടേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? 6 ഇൻറ്റു 1 - 1/2 ഇൻറ്റു 1 - 1/3 എന്ന് എടുക്കുന്നു. 6 ഇൻറ്റു 1/2 ഇൻറ്റു 2/3 എന്ന് വരുന്നു. ദ ആൻസർ ഈസ് 2. അപ്പോൾ phi of 6 എന്നുള്ളത് 2 ആയിരിക്കും. അതുപോലെ phi of 48 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 48 ഇൻറ്റു 48ൻ്റെ പ്രൈം ഡിവൈസേഴ്സ് എടുക്കുക. 48ൻ്റെ പ്രൈം ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? 2 ഉണ്ട്, 3 ഉണ്ട്, വേറെ ഒന്നുമില്ല. 2, 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ 48 ഇൻറ്റു 1 - 1/2 ഇൻറ്റു 1 - 1/3 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 48 ഇൻറ്റു 1/2 ഇൻറ്റു 2/3. 2, 3, 6, 6 8 48. phi of 48 എന്ന് പറയുന്നത് 16 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ പ്രൂഫിലേക്ക് കിടക്കാം. പ്രൂഫിലേക്ക് കിടക്കാം. For n equal to 1, the product is empty since there are no primes ഡിവൈഡിങ് 1 അല്ലേ? 1നെ ഡിവൈഡ് ചെയ്യുന്ന പ്രൈം നമ്പേഴ്സ് ഒന്നുമില്ല. ഇൻ ദിസ് കേസ് വി പുട്ട് phi of 1 is equal to 1. Let n greater than 1. Then നമുക്കറിയാം n-നെ എങ്ങനെ എഴുതാം? പ്രൈം ഫാക്ടറൈസേഷൻ p1 raised to 1 etc. p2 raised to 2 etc. pk raised to ak എന്ന് എഴുതാം. വേർ p1 p2 pk are distinct primes dividing n. a1 a2 etc. ak എന്തായിരിക്കും? അതിൻ്റെ പവേഴ്സാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, k എന്നുള്ള നൊട്ടേഷൻ വേണ്ട. ടെക്സ്റ്റിൽ എനിക്ക് തോന്നുന്നു 6 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ദെൻ പ്രോഡക്റ്റ് p divides n 1 - 1/p എന്നുള്ള എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് i equal to 1 to r 1 - 1/p ആയിരിക്കും. കാരണം എന്താ നമ്മൾ ചെയ്യേണ്ടത്? യു കളക്ട് ഓൾ ദ പ്രൈംസ് p ഡിവൈഡിങ് n ആൻഡ് ടേക്ക് ദിസ് പ്രൊഡക്റ്റ്. എന്നിട്ട് ഈ 1 - 1/p എന്നുള്ള പ്രൊഡക്റ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കുക. നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ് ഓൺലി പ്രൈംസ് ഡിവൈഡിങ് n ആർ p1 p2 etc. pr. ഓൺലി പ്രൈംസ് ഡിവൈഡിങ് n ആർ p1 p2 etc. pr. ഇങ്ങനെ ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാനായിട്ട് നമുക്കത് ചെറിയൊരു എക്സാമ്പിൾ പറയാം. അതെന്താണ് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ a പ്ലസ് b ഇൻറ്റു സി പ്ലസ് ഡീന് എങ്ങനെ എഴുതുന്നത്? നമ്മളെല്ലാം പ്രോഡക്റ്റ് കമ്പോണൻറ്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യുമല്ലോ അല്ലേ? ടേം ബൈ ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ്
ബി ഡി എന്ന് വരും അല്ലേ. ഇനി നമ്മൾ ഇപ്പോൾ ഇത് രണ്ട് ടേംസ് ഉള്ള സംസിൻ്റെ പ്രൊഡക്റ്റാണ്. ഇനി എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു ഡി പ്ലസ് ഇ പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ ആദ്യം എല്ലാം നമ്മൾ രണ്ട് ടേംസ് എടുത്ത് പ്രൊഡക്റ്റ് എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? എ ഡി പ്ലസ് എ ഇ പ്ലസ് എ എഫ് പ്ലസ് പിന്നെ ബി ഡി പ്ലസ് ബി ഇ പ്ലസ് ബി എഫ് പ്ലസ് സി ഡി പ്ലസ് സി പ്ലസ് സി എഫ് എന്ന് വരും. ഇനി നമ്മൾ പ്രൊഡക്ട്സിലുള്ള ടേംസ് കൂട്ടുക. എ പ്ലസ് ബി പ്ലസ് സി വേണ്ട. ഇത് നമ്മൾ A1 പ്ലസ് B1 ഇൻറ്റു A2 പ്ലസ് B2 നോക്കാം. അതിനെന്തായിരിക്കും? A1 A2 പ്ലസ് A1 B2 പ്ലസ് B1 A2 പ്ലസ് B1 B2. ഇനി A1 പ്ലസ് B1 ഇൻറ്റു A2 പ്ലസ് B2 ഇൻറ്റു A3 പ്ലസ് B3 ആണെങ്കിലോ ഇങ്ങനെയായിരിക്കും. A1 A2 A3 പ്ലസ് A1 B2 A3 പ്ലസ് എക്സെട്ര. അപ്പോൾ നമുക്കിങ്ങനെ ടേം ബൈ ടേം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനറിയാം അല്ലേ. അപ്പോൾ ഈ എക്സ്പാൻഷൻ നമുക്ക് ഇതേപോലത്തെ എക്സ്പാൻഷൻ നമ്മളിവിടെ എത്ര ടേംസ് ഉണ്ട്? 6 ടേംസ് ഉണ്ട്. 6 സംസ് ഉണ്ട്, അല്ലെങ്കിൽ 6 ബ്രാക്കറ്റുകളുണ്ട്. 6 ബ്രാക്കറ്റുകളുടെ പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പം ഈ പ്രൊഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഏതാണ്ട് ഇതുപോലെ വരും. ആദ്യത്തെ ടേം 1, കാരണം ഇപ്പോൾ ഇവിടെ എത്ര ബ്രാക്കറ്റ്സ് ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ എത്ര പ്രൊഡക്റ്റിൽ എത്ര ടേംസ് ഉണ്ട്? 6 ടേംസ് ഉണ്ട്, അല്ലെങ്കിൽ 6 ബ്രാക്കറ്റുകളുണ്ട്. ആ ബ്രാക്കറ്റുകളെല്ലാം 1 ഉണ്ട്. അപ്പോൾ എല്ലാ 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആദ്യം ഇങ്ങനെ വരും. ഇനി നമ്മൾ എന്നിട്ട് എല്ലാ ബ്രാക്കറ്റിലെയും 1/PA എടുക്കുന്നു, അതേപോലെ എല്ലാ ബ്രാക്കറ്റിലെയും 1 എടുക്കുന്നു. അത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ ഓവർ I 1/PA എന്ന് വരും. പിന്നെ നമ്മൾ എടുക്കുന്നത് 2 ഡിഫറെൻറ്റ് ടേംസ് എടുക്കുന്നു. PI PJ വരുന്നു. ഇവിടെ I എന്നുള്ളത് വേണ്ട. പിന്നെ അടുത്തത് സമ്മേഷൻ 1/PI PJ PQ വരുന്നു. അങ്ങനെ പ്ലസ് പോയി പ്ലസ് -1 raised to R into 1/P1 P2 etc. ഇതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ പ്രോഡക്റ്റ് ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇങ്ങനെയായി. ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ പറയാം, നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. ഈ പ്രോഡക്റ്റിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, 1 - സമ്മേഷൻ ഓവർ 1/PA എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? എല്ലാ പ്രൈംസ് PA എടുക്കുക, അതിലേതിന് 1/PAസിനെ സം പ്ലസ് ഈ സമ്മേഷൻ എന്താണ്? ഇവിടെ ഇതുപോലത്തെ എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് സംസ് കൊടുക്കുക. ഇതുപോലത്തെ എല്ലാ ഡിസ്റ്റിങ്ക്സ് സംസ് പ്രൊഡക്ട്സ് കൊടുക്കുക. PA PJ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. സമ്മേഷൻ 1/PA PJ നിൽക്കുമ്പോൾ PA PJ എന്തായിരിക്കണം? ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അങ്ങനെ എല്ലാ പോസിബിലിറ്റീസ് കൊടുക്കുക, അതിൻ്റെ എല്ലാത്തിൻ്റെയും സം. അതുപോലെ PI PJ PK എന്ന് പറയുമ്പോൾ PI PJ PK എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. ഇതുപോലത്തെ എല്ലാ പോസിബിൾ പ്രൊഡക്ട്സ് കൊടുക്കുക. 1/PA PJ PK ഇതുപോലത്തെ എല്ലാ പോസിബിൾ പ്രൊഡക്ട്സ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും സം. ഓക്കെ, അപ്പോൾ ഒരു ഇൻ ടേം സമ്മേഷൻ 1/PI PJ PK we consider all possible products PI PJ PK
of distinct prime factors of n taken 3 at a time. Note that each term on RHS is of the form plus or minus 1 by d. Each term on the RHS is of the form where d is a divisor of it. അതായത് RHS എന്ന് പറഞ്ഞാൽ എന്താണ്? ഈച്ച് സൈഡ് 1 മൈനസ് സമ്മേഷൻ 1 ബൈ പി എ, അങ്ങനെ ഇതെല്ലാം ഈ സമ്മേഷനെയൊക്കെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ടേംസ് വരും അല്ലേ. ഈ സമ്മേഷൻ സമ്മേഷൻ ഓവർ ആയി 1 ബൈ പി എന്ന് പറയുമ്പോൾ അതിനെങ്ങനെ എഴുതാം? 1 ബൈ പി 1 പ്ലസ് 1 ബൈ പി 2 പ്ലസ് 1 ബൈ പി 3 അങ്ങനെ എഴുതുക. അതുപോലെ ഇവിടെ സമ്മേഷൻ 1 ബൈ പി എ പി ജെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരും 1 ബൈ പി 1 പി 2 1 ബൈ പി 1 പി 3 1 ബൈ പി 1 പി 4 എക്സെട്ര അങ്ങനെ പോയി പ്ലസ് 1 ബൈ പി 2 പി 3 1 ബൈ പി 2 പി 4 എക്സെട്ര അങ്ങനെ എല്ലാ ടേംസും എഴുതുമ്പോൾ ആ ടേമിലെല്ലാം ഇപ്പോൾ അതെന്തായിരിക്കും? അതെല്ലാം ദിസ് വിൽ ബി ഓഫ് ദ ഫോം പ്ലസ് ഓർ മൈനസ് 1 ബൈ ഡി വേർ ഡി ഈസ് എ ഡിവൈസർ ഓഫ് എൻ. കാരണം എന്താണ്? നമുക്കറിയാം പി 1 പി 2 എക്സെട്ര പി ആർ ഒക്കെ എന്താണ്? എന്നിൻ്റെ പ്രൈം ഡിവൈസേഴ്സാണ്. അപ്പോൾ പി ഐ പി ജെ ഒക്കെ എന്തായിരിക്കും? ഡിവൈഡ്സ് എൻ ആയിരിക്കും. അതുപോലെ പി ഐ പി ജെ പി കെയും എന്തായിരിക്കും? ഡിവൈഡ്സ് എൻ ആയിരിക്കും. അതുപോലെ പി ഐ പി ജെ പി കെ പി എസ് അതെന്തായിരിക്കും? ഡിവൈഡ്സ് എൻ ആയിരിക്കും. അപ്പോൾ അതാട്ട് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന സമ്മിൽ RHSൽ എല്ലാ ടേംസും ഏത് ഫോമിലായിരിക്കും? 1 ബൈ ഡി എന്നുള്ള ഫോമിലായിരിക്കും. ആൻഡ് ഡി ഈസ് എ ഡിവൈസർ ഓഫ് എൻ. ഓക്കെ, ആൻഡ് ഡി ഈസ് എ ഡിവൈസർ ഓഫ് എൻ. ഇനി ഡി ഏത് ഫോമിലാണ്? ഹിയർ ഡി ഈസ് എയ്തർ 1. Here d is either 1 or product of distinct primes dividing n അല്ലേ. കാരണം എന്താ? നമ്മളിവിടെ ഡി എന്നെങ്കിൽ പി ഐ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് 1 ബൈ 1 എന്ന് എഴുതാം അല്ലേ. അല്ലെങ്കിൽ 1 ബൈ പി എ ആയിരിക്കും, അല്ലെങ്കിൽ 1 ബൈ പി ഐ പി ജെ അല്ലേ. ദാറ്റ് ഈസ് ഡി ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് യുവർ 2 ഡിസ്റ്റിങ് പ്രൈംസ്. ഇൻ ദിസ് കേസ് ഡി ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് 2 ഡിസ്റ്റിങ് പ്രൈംസ്. ഇവിടെ എന്താണ് 1 ബൈ ഡി എന്ന് പറയുമ്പോൾ ഹിയർ ദിസ് ഈസ് ഓഫ് ദ ഫോം 1 ബൈ ഡി. ഹിയർ ഓൾസോ ഡി ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ഡിവൈഡിങ് എൻ 2 ഡിസ്റ്റിങ്ക്റ്റ് ഹിയർ 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ഡിവൈഡിങ് എൻ 2 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ഡിവൈഡിങ് എൻ ആൻഡ് ഇറ്റ് ഈസ് 1 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം ഡിവൈഡിങ് എൻ. ഓക്കെ, and the numerator plus or minus 1. 1 by d numerator എന്താണ്? plus or minus 1 is exactly mu of d. mu of d നമുക്കറിയാം മോബിയസ് ഫംഗ്ഷൻ ആണ്. mu of d എപ്പോഴാണ് 1 ആവുന്നത്? അതെല്ലാം പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആയിരിക്കണം. പ്രൈംസിൻ്റെ പവേഴ്സ് എല്ലാം 1 ആയിരിക്കണം. നമുക്കറിയാം sorry n is equal to p1 raised to a1 ഇനി a1 is equal to a2 is equal to etc. ar 1 ആണെങ്കിൽ mu of n എന്തായിരിക്കും? -1 raised to r ആയിരിക്കും അല്ലേ. ഇവിടെ നോക്കി, നമുക്ക് ആദ്യം ഇവിടുത്തെ ടേം ഈ കേസിൽ വരാം. ഇവിടെ 1 ബൈ പി ഐ ആണ്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഐ ആണ്. അപ്പോൾ mu of d എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -1 raised to 1. അപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ആക്ച്വലി എന്താണ്? ഇവിടെ -1 ഉണ്ടല്ലേ. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ആക്ച്വലി എന്താണ്? -1 ആണ്. ഇനി ഡി ഈസ് ഈക്വൽ ടു അടുത്ത കേസ് നിങ്ങൾ
അടുത്ത കേസിൽ നിങ്ങൾ ഡി ഈസ് ഈക്വൽ ടു P1 P2 കൊടുക്കുക അല്ലേ. അപ്പോൾ മ്യൂ ഓഫ് ഡി എന്താണ്? -1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1. ഈ കേസിൽ ആക്ച്വലി +1 ആണ്. 1 ന്യൂമറേറ്റർ എന്താണ്? +1. അടുത്ത കേസ് എടുക്കുക PI PJ ഡി ഈക്വൽ ടു P1 P2 P3 എടുക്കുക. മ്യൂ ഓഫ് ഡി എന്തായിരിക്കും? -1/3 എന്ന് പറഞ്ഞത് മ്യൂ ഓഫ് ഡി എന്നുള്ളത് -1 is equal to -1. ഇവിടെ പുറത്തൊരു മൈനസ് ഉണ്ട്. ഇതിൻ്റെ ഇവിടെ ഈ ഡി കേസ് എടുക്കുമ്പോൾ മ്യൂ ഓഫ് ഡി ന്യൂമറേറ്റർ എന്താണ്? -1 അല്ലേ. മ്യൂ ഓഫ് ഡി അതായത് മ്യൂ ഓഫ് ഡി തന്നെയാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ന്യൂമറേറ്റർ +or-1 is exactly മ്യൂ ഓഫ് ഡി. Also mu of d is equal to 0 if d is divisible by the square of d is divisible by the square of any PI. Therefore the sum is product P divides n 1 minus 1 by P is equal to 1 minus നമ്മളോട് കിട്ടുന്നുണ്ട് 1 by PI plus summation 1 by PI PJ minus summation 1 by PI PJ PK plus etc plus -1 raised to r into 1 by P1 P2 etc PR. ഈ സം എങ്ങനെയാണ് എഴുതാം? ഇതിനകത്ത് ഇപ്പോൾ നമുക്കറിയാം ഈ സമ്മിൽ എല്ലാ ടേംസും ഏത് ഫോമിലാണ് ഉള്ളത്? 1/d എന്നുള്ള ഫോമിലാണ് ഉള്ളത് അല്ലേ. ഈ സമ്മിലെ എല്ലാ ടേംസും ഏത് ഫോമിലുള്ളത്? +or-1/d എന്നുള്ള ഫോമിലാണ്. ഇതിൻ്റെ ന്യൂമറേറ്റർ എന്താണ്? +or-1 ആണ്. ആ +or-1 എന്താണ്? മ്യൂ ഓഫ് ഡി ആണ്. ഇനി നമുക്ക് വേറെ അറിയാം. ഇപ്പം ഏത് ഡിവൈസർ ഡി എടുത്താലും ഏത് നമ്പർ ഡി എടുത്താലും ഒന്നെങ്കിൽ മ്യൂ ഓഫ് ഡി എന്ന് പറയുന്നതായിരിക്കും. മ്യൂ ഓഫ് ഡി നമുക്കറിയാം. മ്യൂ ഓഫ് ഡി വരുന്ന പോസിബിലിറ്റി ചെയ്താൽ +or-1 അല്ലെങ്കിൽ 0 ആണ്. 0 എപ്പോഴാണ് വരുന്നത്? ഇതിന് ഈ ഡിക്ക് സ്ക്വയർ ഫാക്ടർ ഉള്ളപ്പോഴാണ് എന്ത് പറയുക? സ്ക്വയർ ഫാക്ടർ ഉള്ള മ്യൂ ഓഫ് ഡി എപ്പോഴാണ് 0 ആവുന്നത്? ഡിക്ക് സ്ക്വയർ ഫാക്ടർ ഉള്ളപ്പോൾ അല്ലേ. ഡി ആക്ച്വലി എന്താണ്? എന്നിൻ്റെ ഡിവൈസറാണ്. ഓക്കെ. അപ്പോൾ ഈ സമ്മിന് എനിക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ ഡി ഡിവൈഡ്സ് ഇൻ മ്യൂ ഓഫ് ഡി ബൈ ഡി എന്ന് എഴുതാം. കാരണം എന്താ? മ്യൂ ഓഫ് ഡി എന്താണ്? ഒന്നെങ്കിൽ +or-1 അല്ലെങ്കിൽ 0. ഓക്കെ. ഡി എന്നുള്ള ഡിവൈസർ ഓഫ് എൻ ആണ്. പക്ഷേ ഈ സമ്മിൽ നമ്മൾ എങ്ങനത്തെ ഡിവൈസസ് 1/d ഈ സമ്മിൽ എല്ലാ ടേംസ് ഏത് ഫോമിലാണ്? 1/d എന്നുള്ള ഫോമിലാണ്. പക്ഷേ എങ്ങനത്തെ ഡിവൈസസ് ഡി എടുത്തേക്കണേ? ഓൺലി ദോസ് ഡിവൈസസ് ഡി വിച്ച് ആർ പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ഓഫ് prime devices are only those devices d which are product of distinct primes അല്ലേ. ഈ സമ്മിന് എനിക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ ഡി ഡിവൈഡ്സ് ഇൻ മ്യൂ ഓഫ് ഡി ബൈ ഡി എന്ന് എഴുതാം. therefore n into product p divides n 1 minus 1 by p എന്നുള്ള എന്തായിരിക്കും? n into summation d divides n mu of d by d ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് n കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ n അകത്തോടെ എടുത്തു കഴിഞ്ഞാൽ d ഡിവൈഡ്സ് n mu of d into n by d ആണ്. ആൻഡ് ദറ്റ് ഈസ് നത്തിങ് ബട്ട് phi of n. അതാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ബൈ തിയറം 2.3. ഇതാണ് നമ്മുടെ തിയറം 2.3. അപ്പോൾ പ്രൂഫിലേക്ക് ഒന്നുകൂടെ കിടക്കാം. നമുക്കിതിൻ്റെ മീനിങ് അറിയാം. യു ടേക്ക് കളക്ട് ഓൾ prime numbers p is dividing n and compute O 1 minus 1 by p
എന്നിട്ട് അതിൽ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കുക. ഇൻറ്റു n ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? phi of n കിട്ടും. For n equal to 1 the product is empty since there are no primes dividing n. In this case we put phi of 1 is equal to 1. Let n greater than 1, then n is equal to p1 raised to a1, p2 raised to a2 etc. Product pr raised to ar എന്ന് വരും. Then p divides n 1 minus 1 by p എന്നുള്ള എന്താണ്? summation i equal to 1 to r product i equal to 1 to r 1 minus 1 by p ആണ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം ഇങ്ങനെ വരും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ എടുത്ത് വയ്ക്കുക. ഈ പ്രൊഡക്റ്റിൻ്റെ എക്സ്പാൻഷനാണ് ഇങ്ങനെ വരിക. 1 മൈനസ് സമ്മേഷൻ ഓവർ ഐ 1 ബൈ പി ഐ പ്ലസ് സമ്മേഷൻ ഓവർ ഐ 1 ബൈ പി ഐ പി ജെ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനത്തെ എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് പ്രൊഡക്ട്സ് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് 1 ബൈ പി 1 പി 2 1 ബൈ പി 2 പി 3 1 ബൈ പി 2 പി 4 1 ബൈ പി 1 പി 4 1 ബൈ പി 1 പി 5 അങ്ങനത്തെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസ് കൊടുക്കുക. അതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മ്. ഇവിടെയോ ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ് 1 ബൈ പി ഐ പി ജെ പി കെ. ഇപ്പോൾ 1 ബൈ പി 1 പി 2 പി 3 1 ബൈ പി 1 പി 4 പി 1 by p1 p2 p3 1 by p1 p3 p4 1 by p1 p2 p5 അങ്ങനത്തെ എല്ലാ കോമ്പിനേഷൻസ് കൊടുക്കുക. അങ്ങനത്തെ എല്ലാത്തിൻ്റെയും സം എടുക്കുക. അതാണ് ഇവിടെ മൈനസ് സം എന്ന് വരുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇൻ ദ ടേം ഇനിയായിട്ട് ഓരോ ടേമിനും മീനിങ് ആയിരിക്കുന്നത് we consider all possible products pi pj pk of distinct prime factors of n taken 3 at a time. And note that each term of the RHS is the form plus or minus 1 by d where d is divisor of n. ഇവിടെ നോക്കി ഓരോ ടേമിൻ്റെയും ഡിനോമിനേറ്റർ എന്താണ്? ഡിവൈസർ ഓഫ് n ആണ്. കാരണം എന്താ? എന്നിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം ഫാക്ടേഴ്സ് ആണ് എന്ത്? p1 p2 എക്സെട്ര pr എന്നുള്ള എന്നിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം ഫാക്ടേഴ്സാണ്. ന്യൂമറേറ്റർ ഈസ് പ്ലസ് ഓർ മൈനസ് 1 ഇസ് എക്സാക്ട്ലി mu of t. കാരണം എന്താ? നമുക്ക് ഓൾറെഡി അറിയാം mu of n ൻ്റെ ഫോമിൽ ഇതാണ് അല്ലേ. ആൻഡ് mu of d is equal to 0 if d is divisible by square of any pi. Therefore the sum is, അല്ലെങ്കിൽ സം എന്ന് പറഞ്ഞാൽ ഇതാണ്. പ്രൊഡക്റ്റ് ആക്ച്വലി ഇങ്ങനെ എഴുതാം. എന്നിട്ട് ആ സമയം നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ d ഡിവൈഡ്സ് n mu of d by d എന്ന് എഴുതാം. Therefore n ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? n ഇൻറ്റു സമ്മേഷൻ d ഡിവൈഡ്സ് n mu of d by d എന്ന് എഴുതാം. ഉള്ളിലോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. അപ്പോൾ നമുക്കിത് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും ഒന്ന് ഞാൻ ഈ നോട്ട്സും വാട്സാപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ രണ്ടും ഒന്നും കണ്ടു നോക്കി വായിച്ചു നോക്കി വരിക. ഫ്രൈഡേ വരുമ്പോൾ നമുക്ക് ഡിസ്കസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.